വൈപ്പിനിൽ കഴിഞ്ഞ ദിവസം ഒരു വനിതാ ഓട്ടോ ഡ്രൈവറെ കൊട്ടേഷൻ സംഘം മർദ്ദിച്ചത് വലിയ വാർത്തയായിരുന്നു. ഓട്ടോ ഡ്രൈവർ ജയയെ മർദ്ദിച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മനു, അജിൻ എന്നിവരെയാണ് പിടികൂടിയത്. ഇവർ രണ്ടുപേരും ജയയെ മർദ്ദിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഒരുപക്ഷെ കൊട്ടേഷൻ സംഘാംഗങ്ങളായിരിക്കും ഇവർ. വിവരങ്ങളുമായി നവമി ദിനേശുണ്ട്. നവമി, ബന്ധുക്കളാണ് കൊട്ടേഷൻ നൽകിയതെന്നും കുടുംബ തർക്കമാണ് ഇതിന് പിന്നിലെന്നുമൊക്കെയുള്ള വിവരങ്ങളാണ് നമുക്കന്ന് പുറത്തു വന്നത്. ഈ കൊട്ടേഷൻ സംഘാംഗങ്ങളായ ജയയെ മർദ്ദിച്ച ആളുകളാണോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്? രഞ്ജിത്ത്, ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് 2 പേരും കൊട്ടേഷൻ സംഘാംഗങ്ങൾ തന്നെയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ജയയുടെ ബന്ധുവായ പ്രിയയും സജീവനും ചേർന്നിട്ടാണ് ജയയ്ക്ക് കൊട്ടേഷൻ നൽകിയത്. ഇപ്പോൾ പിടിയിലായ 2 പേരും സജീവന്റെ സുഹൃത്തുക്കൾ കൂടിയാണ്. മനു, അജിൻ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. അതിക്രൂരമായാണ് ഈ വനിതാ ഓട്ടോ ഡ്രൈവറെ ഞാറയ്ക്കൽ ഭാഗത്ത് വെച്ച് ബീച്ചിന്റെ സൈഡിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് ഇത് പ്രദേശവാസികൾ കണ്ടതിനെ തുടർന്ന് ഈ ഗുണ്ടാ സംഘങ്ങൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തത്. 4 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 2 പേരെയും കൂടി പിടികൂടാനുണ്ട്. അവരെ ഉടനെ തന്നെ കണ്ടെത്തുമെന്നാണ് ഞാറയ്ക്കൽ പോലീസ് അറിയിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ ജയ ആശുപത്രിയിലായതിന് പിറ്റേ ദിവസം തന്നെ ബന്ധുക്കളായ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ 2 പേരും ഇപ്പോൾ റിമാൻഡിലാണ്. കുടുംബ തർക്കവും സാമ്പത്തിക ചില പ്രശ്നങ്ങളുമാണ് ഇവർക്കിടയിൽ ഇത്തരം ശത്രുത ഉണ്ടാകാൻ കാരണമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് പ്രിയയും സജീവനും പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. തങ്ങളുടെ പ്രിയയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ജയ. ഇവർ ഒരിടത്ത് തന്നെയാണ് താമസം, അടുത്തടുത്ത വീടുകളിലാണ് താമസം. ജയയുടെ ആദ്യ ഭർത്താവിൽ 2 കുട്ടികളുണ്ടായിരുന്നു. ആ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് സജീവനെ വിവാഹം ചെയ്യുന്നത്. സജീവൻ പലപ്പോഴും ഈ 2 കുഞ്ഞുങ്ങളെയും വളരെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. ഇത് ചോദ്യം ചെയ്ത ജയയോട് പകയുണ്ടാവുകയും പിന്നീട് ഈ ചില സാമ്പത്തിക ഇടപാടുകൾ ഇവർക്കിടയിൽ ഉണ്ടാവുകയും അതൊക്കെ ഇടപെടുന്നത് തന്നെയാണ് ജയയോട് ഇത്രയും പ്രതികാരം ഉണ്ടാകാൻ കാരണം. ഇത് ജയയുടെ സഹോദരനും സഹോദരിയും ഉൾപ്പെടെ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സജീവൻ പരസ്യമായി തന്നെ ജയയെ കൊലപ്പെടുത്തുമെന്ന് പലതവണ ഭീഷണിപ്പെടുത്തിയതായും ഇവർ പറയുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് ജയ ഈ ഓട്ടോ ഓടിക്കുന്ന സമയത്ത് 4 പേരടങ്ങുന്ന സംഘം ഈ ഓട്ടോയിൽ കയറുകയും പിന്നീട് ഈ പോലീസ് ഇവരെ പലയിടങ്ങളിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യം കളമശ്ശേരിയിൽ മെഡിക്കൽ കോളേജിലേക്ക് തൻ്റെ ഒരു സുഹൃത്ത് ഉണ്ട്, അങ്ങോട്ടേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുശേഷം ചെറായിലേക്ക് പോകണമെന്ന് വീണ്ടും പറയുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 6 മണിയോടുകൂടി ഓട്ടോയിൽ കയറിയ ഇവർ 10 മണി വരെയും എറണാകുളത്തെ പല ഭാഗങ്ങളിൽ കറങ്ങി നടന്നു. ഇത് ആളൊഴിഞ്ഞ ഒരു ഭാഗം നോക്കി ജയയെ വകവരുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ചെയ്തത്. പിന്നീട് ചെറായി ബീച്ചിലേക്ക് കൊണ്ടുപോയി ഞാറയ്ക്കൽ ബീച്ചിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് ജയയെ അതിക്രൂരമായി മർദ്ദിച്ചത്. ജയ ഇപ്പോഴും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. നട്ടെല്ലിനും വാരിയലിനുമൊക്കെ വളരെ ഗുരുതരമായി തന്നെ പരിക്കേറ്റു. സമയമെടുക്കും, ഏകദേശം 1 വർഷത്തോളം എടുക്കും ജയ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്താനെന്നാണ് ഡോക്ടർമാർ ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്നത്. അങ്ങനെ വളരെ ക്രൂരമായാണ് ഒരു വനിതാ ഓട്ടോ ഡ്രൈവറെ ഇവർ 4 പേരും ചേർന്ന് ഈ ഗുണ്ടാ സംഘങ്ങൾ ചേർന്ന് ആക്രമിച്ചത്. ഇതിൽ 2 പേരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും വൈപ്പിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച അവശയാക്കിയ കൊലപാതക ശ്രമമായിരുന്നു. കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റു